ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ നിങ്ങളോട് ഇവിടെ സംസാരിക്കാൻ പോണത് ഇന്നലെ 24 ചാനലിൽ നടന്ന ഒരു ചർച്ചയെ കുറിച്ചിട്ടാണ്. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. ശ്രീകണ്ഠൻ നായർ പണ്ടുണ്ടായിരുന്നു ഏഷ്യാനെറ്റിൽ നമ്മൾ തമ്മിൽ നടന്നൊരു ഷോ. അത് കുറേ ആയിട്ട് ഇപ്പോൾ ഇല്ല, പക്ഷേ അതിപ്പോൾ ഇന്നലെ വീണ്ടും 24 സ്റ്റാർട്ട് ചെയ്ത് കണ്ട്. അപ്പോൾ അതിൽ നടന്ന കുറച്ച് കാര്യങ്ങളാണ്, വളരെ വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അത് കണ്ടപ്പോൾ തോന്നിയത്. ഒന്നാമത് ദീപക് എന്ന ചെറുപ്പക്കാരന്, നിങ്ങൾക്കറിയാലോ, എല്ലാവർക്കും സംഭവിച്ച കാര്യങ്ങൾ അറിയാം. അദ്ദേഹം വളരെ വിഷമിച്ചിട്ടാണ്, അതായത് മനം നൊന്നിട്ട് ഈ കാലഘട്ടത്തിൻ്റെ ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൻ്റെ അതിനെ റീച്ചിന് വേണ്ടിയിട്ട് ഒരു പെണ്ണ് ചെയ്ത ഒരു തന്തില്ലായ്മക്ക് പകരം അദ്ദേഹം ഈ ലോകത്തുനിന്ന് മരണപ്പെട്ട് സ്വയം ജീവനൊടുക്കി. കാരണം അയാൾ നിരപരാധിയാണെന്ന് അയാൾക്കറിയാം, അത് കണ്ട നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ആ നിരപരാധിത്വം തെളിയിക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ അദ്ദേഹം ഇവിടുന്ന് സ്വയം ജീവനൊടുക്കി മരണത്തിന് കീഴടങ്ങി. പക്ഷെ എന്നിട്ടും അദ്ദേഹത്തെ 24 അടക്കമുള്ള ചാനല് അത് ഒരു ചർച്ചയാക്കിയിട്ട് ഭയങ്കര മോശമാക്കുന്ന രീതിയിലാണ് ഇന്നലെ സംഭവം നടന്നത്. കാരണം ആ ഒരു മനുഷ്യൻ മരണപ്പെട്ടിട്ട് ആഴ്ചകളായി, ഇപ്പോഴും ആ അമ്മയുടെ കണ്ണുനീരിപ്പോഴും പറ്റിയിട്ടില്ല. എന്നിട്ട് അമ്മനെ ആ ചാനലിലേക്ക് അമ്മനെ വിളിച്ചു കൊണ്ട് വന്നിട്ട് അമ്മനെ അതിലിരുത്തിയിട്ട് ആദ്യം ഫസ്റ്റ് അമ്മയുടെ കണ്ണുനീര് കാണിക്കും. എന്നിട്ട് ഇതിന് റിവ്യൂ, അതായത് ചാനൽ ചർച്ചയ്ക്ക് പാനലിസ്റ്റായി വിളിച്ചിരിക്കുന്നത് ശ്രീലക്ഷ്മി അറക്കൽ, പിന്നെ ഏതാണ് ഒരു ഐശ്വര്യ ഗൗരിയോ ലക്ഷ്മി ഏതോ ഒരു പേരുള്ള ഒരു ലേഡി, അങ്ങനെ കുറേ ഒരു ഫെമിനിസ്റ്റ് കൂട്ടങ്ങളെ വിളിച്ചിട്ടുണ്ട്. അവർ എന്നിട്ട് ഇപ്പോഴും ആ ഒരു മരിച്ചുപോയ ആ ദീപക്കിനെ അയാളെ ജീവൻ കൊടുത്തിട്ടുണ്ട് നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട്. അതും പോരാണ്ട് ഇപ്പോഴും പച്ചക്ക് ഒരു ദയയില്ലാതെ വളരെ മോശമായിട്ടാണ് അവരൊക്കെ അടിക്കുന്ന കമൻറ്റ്. എങ്ങനെ വന്നാലും അത് ആരെയും ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ദീപക്കിൻ്റെ ഒപ്പാണെന്ന് അറിയാം. എന്നാലോ ദീപക്ക് തെറ്റ് ചെയ്തു, ദീപക് ആ പെണ്ണിനെ സ്പർശിച്ചു, ദീപക് അതിന് പോയി, ദീപക് അങ്ങനെയുള്ള ആളെ ഇനി കോടതി അറിയണം, അത് കണ്ടാൽ അറിയാൻ കഴിയില്ല. വളരെ മോശമായിട്ടാണ് മാത്രമല്ല രാഹുൽ ഈശ്വറിനെ പോലുള്ള ആളുകൾ ഇപ്പുറത്തിരിക്കുമ്പോഴും അവരെ പറയാൻ പോലും അനുവദിക്കണില്ല. അതില്ലാതെ ഇവരിങ്ങനെ ചാടിക്കളിക്കുകയാണ്, എന്തൊക്കെ പറയണമെന്ന് പോലും അറിയില്ല. ശ്രീലക്ഷ്മി അറക്കൽ അതുപോലെ കൂടെ ഉണ്ടായിരുന്ന ഫെമിനിസ്റ്റുകളോട് ആണ് ഒരു കാര്യം പറയുള്ളത്. ഒന്നാമത്തെ കാര്യം, നിങ്ങളെ ഈ സപ്പോർട്ട് ചെയ്യാൻ ഇവിടുത്തെ ആണുങ്ങൾ സപ്പോർട്ട് ചെയ്യണില്ല എന്ന് മാത്രമല്ല, ഇവിടുത്തെ കേരളത്തിലെ 90% സ്ത്രീകൾ നിങ്ങൾക്ക് ഒപ്പമില്ല എന്ന് മാത്രമല്ല നിങ്ങൾക്ക് എതിരാണ്. കാരണം നിങ്ങൾ ഇന്നലെ ചാനൽ ചർച്ചയിൽ തന്നെ കുറച്ച് ചേച്ചിമാർ വന്നിരുന്നു, ഇവർക്ക് എതിരാണ് പറയണത്. അവർ പറഞ്ഞത് അത്തരത്തിലുള്ളൊരു സംഭവം നടക്കൂല. കാരണം ദീപക് ഒരു തെറ്റ് ചെയ്തിട്ടില്ല, കാരണം ആ പെണ്ണ് ലേക്കിന് വേണ്ടിയിട്ട് അതല്ലെങ്കിൽ റീച്ചിന് വേണ്ടി ചെയ്തതാണെന്നുള്ളത് ഒരത്തിരി അന്തമുള്ള ആൾക്ക് പോലും അറിയാൻ കഴിയും. ഇവിടെ കുറേ ഫെമിനിസ്റ്റുകളുണ്ട്, അവരൊക്കെ വിചാരം പുരുഷവിരോധം വെച്ച് കൂട്ടുകയാണ് ഇവിടുത്തെ ഫെമിനിസ്റ്റ് ചിന്താഗതിയുടെ ആശയം. അതായത് പുരുഷവിരോധം മനസ്സിൽ വെച്ചിട്ട് കണ്ട പുരുഷന്മാരെയൊക്കെ താറടിച്ച് കാണിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഫെമിനിസ്റ്റുകളെ വിചാരം. ആ രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. പിന്നെ ശ്രീകണ്ഠൻ നായരോട് പറയാനുള്ളത്, ആ ചാനൽ ചർച്ച നിങ്ങൾ ഇതാക്കുമ്പോൾ മിനിമം അമ്മനി അച്ഛനെങ്കിലും അതിന് ഒഴിവാക്കേണ്ടതായിരുന്നു. കാരണം അവർക്ക് ആകെ ഉണ്ടായിരുന്നൊരു അത്താണിയാണ്, അതാണ് ഈ ലോകത്തു നിന്ന് പോയത്. അത് ഏത് രീതിയിൽ എത്ര മോശമായിട്ട് ഒരാൾ അല്ലെങ്കിൽ ഒരു ബസ്സിൽ ഒരു ജാക്കി വെക്കുന്ന ആൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ മാറുമ്പോൾ എത്രത്തോളം മോശമായിട്ടേക്കാണ് ആ അമ്മക്ക് വിചാരിക്കുക. അത് ആ മനുഷ്യനെ ചെയ്യാത്ത കാരണം ഇതിന് ആണായിപ്പോയില്ലേ, ഇവർക്ക് എന്തും പറയാം. ഇതൊരു പെണ്ണിനെതിരെ തരുന്നെങ്കിലോ, എന്നിട്ട് തന്നെ എപ്പോഴും പോലീസ് എത്ര കഴിഞ്ഞിട്ടാണ് കേസെടുത്ത്, ഇത് എത്രങ്ങാനും വിഷയിക്കണം. ഈ കേരളം മൊത്തം ചർച്ച ചെയ്തിട്ട് പോലും അവർ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് പ്രതിനെ പിടിച്ചത്, അതും ആ വടകര വിളിച്ചിരുന്നിട്ട് എത്ര അടുത്തുണ്ടായിട്ട്. അപ്പോൾ പറഞ്ഞു വന്നത് ആ അമ്മയും അച്ഛനും അത്രയും സങ്കടത്തിലാണ്. അവരതേക്ക് വിളിച്ചു കൊടുത്തിട്ട് ഇവർ പറയുന്ന ഈ തോന്നിയാസങ്ങളൊക്കെ അവർ കേൾക്കുകയാണ്. നാണുണ്ട് ഇവർക്ക്. ഈ ശ്രീകണ്ഠൻ നായരൊക്കെ അത്രയും എക്സ്പീരിയൻസ് ഉള്ളൊരു വ്യക്തിയല്ലേ. നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇത്തരത്തിലുള്ള ചർച്ചകൾ പൊതുവെ നടത്താതിരിക്കുക. ഇനി ഉണ്ടായിത്തന്നെ കുറച്ച് മാന്യമായി സംസാരിക്കണേ, ആരെങ്കിലുമൊക്കെ വിളിക്കുക. ഈ വായ തോന്നിയ കോതക്ക് പാട്ട് എന്ന് പറയുന്ന പോലത്തെ ശ്രീലക്ഷ്മി അറക്കലിനെ പോലുള്ള ആൾക്കാരെ നിങ്ങൾ ഈ ചർച്ചയ്ക്ക് വിളിക്കണ്ടെന്ന്. അങ്ങനെ വിളിക്കുകയാണെങ്കിൽ ആ അമ്മനെ അച്ഛനെങ്കിലും നിങ്ങൾ അതിന് ഒഴിവാക്കി വിടുക. കാരണം ഇവർക്ക് സത്യത്തിൽ ന്യായീകരിക്കാനൊന്നുമില്ല. കാരണം എന്തൊക്കെയോ വിളിച്ച് പറയാം, ആണുങ്ങൾക്കെതിരാണ് ഞങ്ങൾ, ആണുങ്ങൾക്കെതിരാണ്. വേടൻ്റെ വിഷയം വന്നപ്പോൾ ശ്രീലക്ഷ്മി അറക്കലിനെ പോലുള്ള ആളുകൾ ആണുങ്ങൾക്കെതിരല്ല. അപ്പോൾ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ ഇപ്പോൾ ഈ ഒരു വിഷയം വന്നപ്പോൾ ഒരു കണ്ണൂട്ടനെ പറഞ്ഞു കൊടുത്താൽ ഇതിങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞു കൊടുത്താൽ പോലും അയാൾ അതിൻ്റെ എന്താ സംഭവിച്ചിരിക്കുന്നത് നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരും. അത്ര വ്യക്തമായൊരു കാര്യം. കാരണം ആ ഒരു ടച്ചിങ്സ് കഴിഞ്ഞിട്ട് ആ ലേഡി അതിലൊരു ചിരിയിരിക്കുന്നുണ്ട്, അതിൻ്റെ ഇര വീണോ
സോഷ്യൽ മീഡിയ റീച്ച് ആകാനുള്ളതായി. അത് എങ്ങനെയാണ് നിൽക്കുന്നത്? എല്ലാവരും ബസ്സിൽ ഒന്നുകിൽ ഫ്രണ്ടിലേക്ക് തിരിഞ്ഞ് നിൽക്കും, അതല്ലെങ്കിൽ നമ്മൾ സീറ്റിൻ്റെ ഭാഗത്ത് കമ്പിമ പിടിച്ച് നിൽക്കും. ഇത് നേരെ ഓപ്പോസിറ്റാണ്, ഫ്രണ്ടിക്കും അല്ല സീറ്റിൻ്റെ ഭാഗത്തേക്കും നേരെ ഓപ്പോസിറ്റ്. എന്നിട്ട് ഈ ഫ്രണ്ട് ഭാഗം ഇങ്ങനെ വെച്ച് കൊടുത്തിക്കുകയാണ്. അപ്പോൾ കൈ അതും ആ മനുഷ്യൻ ബാഗ് എടുക്കുമ്പോൾ കൈ തട്ടിയാണ്. ഇത് ഏത് പൊട്ടന്മാർക്ക് വരും. എന്നിട്ടും അയാൾ നിരപരാധിയല്ല, അയാൾ അങ്ങനെ ഉള്ളേക്കാൾ ചിലപ്പോൾ മുന്നത്തെ പെണ്ണിനെ ചെയ്യും. എന്നാൽ മുന്നത്തെ പെണ്ണിനെ അങ്ങനെ ചെയ്തു കൂടി, ഞാൻ മുന്നത്തെ പെണ്ണെവിടെ? ഈ മുന്നത്തെ പെണ്ണ് വരട്ടെ, അതിൽ CCTV അങ്ങനെ ഒരു മുന്നത്തെ പെണ്ണുണ്ടെങ്കിൽ വരട്ടെ. ഇനി വരാൻ മടിയാണെങ്കിൽ അപ്പോൾ പറയണ്ടേ, അല്ലെങ്കിൽ അവിടുന്ന് ആ പെണ്ണിനോട് ചോദിക്കണ്ടേ. അല്ലാതെ അവിടുന്ന് ഒരു മുന്നത്തെ പെണ്ണിനെ കണ്ടിക്കണമെന്ന് പറയുക, എന്നിട്ട് സ്വന്തം മാറിടം കൊണ്ടിട്ട് മറ്റേ കാളെ കയ്യമ്മ തട്ടിക്കുക, എന്നിട്ട് അയാളൊരു നിരമ്പനാണെന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇടുക, എന്നിട്ട് അയാൾ മരിക്കുക. ഇത് എത്രത്തോളം മോശമാണ്, എന്താ നിങ്ങളോടൊക്കെ പറയുക? മിനിമം ശ്രീകണ്ഠൻ നായരോടും അതുപോലെ രാഹുൽ ഈശ്വറിനെ പോലുള്ള ആളുകളോട്, ഈ ശ്രീലക്ഷ്മി അറക്കലിനെ പോലുള്ള തല തിരിഞ്ഞ സാധനങ്ങളോട് സംസാരിക്കാൻ, ചർച്ചയ്ക്ക് പോകാതിരിക്കുക. ഓര് സംസാരിച്ചോട്ടെ, ഒരൊറ്റയ്ക്ക് ഇരുന്ന് സംസാരിച്ചോട്ടെ, ആർക്കും പ്രശ്നമില്ലല്ലോ. അപ്പോൾ നിങ്ങൾ അത്രക്കാരോട് സംവദിക്കാൻ പോവാതിരിക്കുക. മിനിമം തലയിൽ ഓളുള്ള കാര്യങ്ങളൊന്ന് തിരിച്ചറിയണേ, എന്നിട്ട് സംസാരിക്കണം. ആളുകളോട് സംസാരിക്കാൻ പോവുക, അല്ലാത്ത ആൾക്കാരോട് നിങ്ങൾ സംസാരിക്കാൻ പോകണ്ടെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്നാലും ഇന്നലെ ശ്രീകണ്ഠൻ നായർ അത്ര ഷോയിൽ ആ അമ്മനെയും അച്ഛനെയും കൂടുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. പിന്നെ അവർ പറഞ്ഞത് അപ്പോഴും ശ്രീകണ്ഠൻ നായർക്ക് റേറ്റിംഗ് കിട്ടിയാൽ മതി. അവർ തമ്മിൽ മത്സരമാണല്ലോ, റിപ്പോർട്ടർ 24 ഒക്കെ. ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കുക, ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ ജീവന് വെച്ചിട്ടാണ് നിങ്ങൾ കളിക്കുന്നത്. അയാൾ മരിച്ചു, അയാൾ നിരപരാധിത്വം തെളിയിക്കാൻ അയാൾ ഒരു പക്ഷേ മരിച്ചിട്ടില്ലെങ്കിൽ ഈ ഒരു ജനസമൂഹം ഒന്നും പിന്നാലെ ഉണ്ടാകുമെന്ന് നമുക്കറിയില്ല. ഉണ്ടാകും, പക്ഷെ എത്രത്തോളം. പക്ഷെ അദ്ദേഹത്തിൻ്റെ അതേ ഒരു പരാതി കൊടുത്തേക്കാണെങ്കിൽ ഇതിനെതിരെ എന്തായിരുന്നാലും പോലീസ് നീങ്ങുന്നില്ല. കാരണം എന്തോ മരിച്ചുകൊണ്ടാണ് ആ പെണ്ണ് അറസ്റ്റ് ചെയ്യപ്പെടുകയെങ്കിലും ഉണ്ടായത്. എന്നിട്ടും ആ ഒരു മനുഷ്യനെ ഒരു ചെന്നായിക്കൂട്ടം കണക്കെ കൊത്തി വലിക്കാൻ ഇട്ട് കൊടുത്തത് വളരെ മോശമായി അത്തരം പെണ്ണുങ്ങൾക്ക്. കാരണം അവർക്ക് പുരുഷവിരോധം മാത്രമാണ്. പുരുഷന്മാർ മരിച്ചപ്പോൾ ആ ശ്രീലക്ഷ്മി അറക്കലിനെ പറഞ്ഞാൽ എന്താണ്, ഞാൻ ആദ്യം ഇങ്ങനെ ഒരു ആൾ മരിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ സന്തോഷിച്ചു, പിന്നെയാണ് ഞാൻ വീഡിയോ കണ്ടതെന്നാണ്. അപ്പോൾ കാര്യം അറിയണതിൻ്റെ മുന്നേ അതായത് കാളെ പറ്റുമെന്ന് പറയുമ്പോൾ കയറെടുക്കണം. ഇത്ര ആളുകളോട് നിങ്ങൾ ചർച്ചയ്ക്ക് വിളിക്കാതിരിക്കുക. ഇനി വിളിക്കണ്ടെങ്കിൽ തന്നെ ആ അമ്മനെ അച്ഛനെ ഒഴിവാക്കുക എന്നുള്ളത്. പിന്നെ രാഹുൽ ഈശ്വറിനെ പോലുള്ള അത്തരത്തിലുള്ള അതുപോലെ അതിൽ 1-2 ആളുകൾ ഉണ്ടായിരുന്നു. ദീപക്കിൻ്റെ ഭാഗം പറയാൻ, അതല്ലെങ്കിൽ പുരുഷാമീഷൻ്റെ ഭാഗം പറയാൻ, അതല്ലെങ്കിൽ ആണുങ്ങളെ ഭാഗം പറയാൻ. അവരോട് എനിക്ക് പറയാനുള്ളത്, ഇത്തരം ചർച്ചകളിലേക്ക് നിങ്ങൾ പോകാതിരിക്കുക. ഇവരുടെ അടുത്തേക്ക് നിങ്ങൾ പോകണ്ട, അതേ പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. എന്തെന്നാലും ശ്രീകണ്ഠൻ നായർ ചെയ്തത് വളരെ മോശം പരിപാടിയായിരുന്നു. അത് ഇത്തരം ചർച്ചകളിലേക്ക് അമ്മനെ അച്ഛനെങ്കിലും ഒഴിവാക്കാമായിരുന്നു. അതുകൊണ്ട് എന്താ ഇപ്പോൾ പറയുക, ഒന്നും പറയില്ല. എന്നാൽ ഓക്കെ, താങ്ക് യു എല്ലാവരോടും.